ഹലോ ഗൈസ്, നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത 3 പ്രധാനപ്പെട്ട വെബ്സൈറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഈ 3 വെബ്സൈറ്റും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോ ഇടുക. അപ്പോൾ ഗൈസ്, ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് ഒരു റെസ്യൂമെ മേക്കിംഗ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ റെസ്യൂമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ATS ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മുടെ റെസ്യൂമയ്ക്ക് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. കാരണം 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതും ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വെബ്സൈറ്റാണ് resi.ai എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന്, അതായത് ഒരു മിനിമം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലുള്ള ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ റെസ്യൂമെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ റെസ്യൂമെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ resi.ai എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതായിരിക്കും. രണ്ടാമത് പറയാൻ പോകുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേൺവെൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം, അതായത് ധാരാളം സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ, നിങ്ങൾ ഏത് തരത്തിലുള്ള സ്റ്റഡീസാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കയറിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതും ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് സാധിക്കും. അതും നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അടുത്ത ആഴ്ചയൊക്കെയാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കുകയും നിങ്ങളുടെ റെസ്യൂമേയിൽ ഈ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡിഗ്രി കോഴ്സോ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഒരു സ്റ്റെപ്പ് മുകളിലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതുപോലുള്ള ചെറിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്ത് ആ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും മൂന്നാമത്തെ വെബ്സൈറ്റ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ബിറ്റ്. അതായത് ഈ പേരിലുള്ളതുപോലെ തന്നെ ഇതൊരു ബിറ്റാണ്. അതായത് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം ടെൻഷൻ തരുന്ന ഒരു കാര്യമായിരിക്കും ഇൻ്റർവ്യൂവർ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം ടെൻഷനായിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇൻ്റർവ്യൂവർ ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ ബിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് കാണാനായിട്ട് സാധിക്കും. അതായത് വലിയ കമ്പനികളിൽ അവർ ചോദിച്ചിരിക്കുന്ന കുറേയധികം ചോദ്യങ്ങളും, അതും നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വെബ്സൈറ്റ് കയറി ഇതിൻ്റെ അകത്തുള്ള ഇൻ്റർവ്യൂ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കി അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഇൻ്റർവ്യൂ ബിറ്റ് എന്നുള്ള ഈ വെബ്സൈറ്റും കൂടെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ 3 വെബ്സൈറ്റും ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ 3 വെബ്സൈറ്റും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന വെബ്സൈറ്റുകളാണ്. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.